നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ലോഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഈ ലോഞ്ചറൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ലോഞ്ചറാണ്. ഇതിപ്പോൾ ഈ ലോഞ്ചറിനകത്ത് നമുക്ക് ഷോർട്ട് കട്ടായിട്ടൊക്കെ എളുപ്പത്തിൽ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂടെ മറക്കാതെ തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഫസ്റ്റിലത്തെ ലോഞ്ചറാണ് എച്ച് ലോഞ്ചർ. നമുക്ക് ഈ എച്ച് ലോഞ്ചർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എച്ച് ലോഞ്ചർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ലോഞ്ചറിന്റെ ഡിസൈൻ ബേസ് ഒക്കെ വരുന്നത്. ജസ്റ്റ് മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാംസങ്ങിന്റെ ഒക്കെ കൂട്ടെടുക്കാം. അതുപോലെ ഐഫോണിന്റെ ഒരു സൂമിങ് എഫക്റ്റിലാണ് ആ ഒരു മേലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പ് ഡ്രോയർ വർക്ക് ആവുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ ഐക്കൺ, നമ്മുടെ ഹോം സ്ക്രീനിൽ കിടക്കുന്ന ഐക്കണൊക്കെ ഒന്ന് ജസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫേസ്ബുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഐക്കൺ നമുക്ക് എഡിറ്റ് ഐക്കൺ ചെയ്യാൻ പറ്റും. ആപ്പ് ഇൻഫോം, അതിൽ റിമൂവ്, അൺഇൻസ്റ്റാള്, ഗൺസ്റ്റാൾ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ലോഞ്ചർ ഇത്രയും അഡ്വാൻസ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ സെറ്റിംഗ്സ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോഞ്ചറാണ്. ഓരോ ഐക്കണും നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് ഡിസൈൻ ബേസ് മാറ്റാനൊക്കെ സാധിക്കും. അതാണ് എച്ച് ലോഞ്ചറിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്ത ലോഞ്ചറിലോട്ട് പോകാം. ടി വി ലോഞ്ചർ എന്നാണ്. അപ്പോൾ ടിവിയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ടി വി ലോഞ്ചർ എന്നാണ്. നിങ്ങളുടെ ഒരു സ്മാർട്ട് ടി വി ഒക്കെ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾ ആ ഒരു ടിവിയുടെ ലുക്ക് ബേസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു ആൻഡ്രോയിഡ് ടിവിയുടെ ലോഞ്ചർ എങ്ങനെ ഇരിക്കുന്നത്. ആ സെയിം ലോഞ്ചർ ഡിസൈനിലാണ് നമുക്ക് ഇവിടെ വരുന്നത് ഈ ഒരു ടി വി ലോഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ ആ ഒരു ചേഞ്ചസും വരാത്ത രീതിയിൽ ആ സെയിം ലുക്ക് ബേസിലാണ് നമുക്ക് ടി വി ലോഞ്ചർ ഇവിടെ കിട്ടുന്നത്. ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് ടി വി പോലെ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോഞ്ചറിനകത്ത് വലിയ അഡ്വാൻസ് ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ഐക്കൺ ബേസ്ഡ് കാര്യങ്ങളും ഡിസൈൻ ഫ്രണ്ട് ലോഞ്ചറിൽ ആ ഒരു ചേഞ്ചസും മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നമുക്ക് അതിനല്ലാതെ ഇവിടെ വേറെ ഇത് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ലോഞ്ചറിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഐക്കൺ ടാപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തുറന്നു വരുന്നുണ്ട്. ഇതിൽ പ്രൊവേർഷൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഓപ്പൺ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഈ പ്രൊവേർഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് പ്രൊവേർഷൻ ഇൻസ്റ്റാൾ ആയിരിക്കണം. ഇതിപ്പോൾ നോർമൽ വേർഷൻ ആണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് യാതൊരു രീതിയിലുള്ള സെറ്റിംഗ്സ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത്. അടുത്ത ലോഞ്ചറാണ് പൊസീഡിയൻ ലോഞ്ചർ എന്നാണ് ഈ ഒരു ലോഞ്ചറിന്റെ പേര്. അപ്പം നിങ്ങൾ ഈ ലോഞ്ചർ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ലോഞ്ചറാണ്. ഈ ലോഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിക്സലിലാക്കാം, ഓൺ UI ആക്കാം, iOS ആക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് ഈ ലോഞ്ചർ യൂസ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം ഓൺ UI എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെർമിഷൻ എല്ലാം നിങ്ങൾ കൊടുക്കുക. അപ്പം നമ്മളൊരു ലോഞ്ചർ എടുത്താൽ ആ ലോഞ്ചർ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും ആ ഒരു ആപ്ലിക്കേഷൻ്റെ പുറകിൽ പെർമിഷൻസ് ഒക്കെ ചോദിക്കും. കാര്യം ഈ പെർമിഷൻ എന്തിൻ്റെയാണെന്നൊക്കെ ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ആ പെർമിഷൻ അറിയാത്തവർ എന്താ വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ പെർമിഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലോഞ്ചർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമെങ്കിൽ ലോഞ്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബേസ് ഡിസൈൻ ആണ്. വലിയ കാര്യങ്ങളൊന്നുമായിട്ട് ഈ ലോഞ്ചറിൽ അഡ്വാൻറ്റേജ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റും കാര്യങ്ങളും ഇവിടെ മേളിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ന്യൂസ് ആണ് കാണിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ ന്യൂസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എന്തോ സെക്യൂരിറ്റി ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് കാണാമായിരിക്കും. അപ്പോൾ ആ സെക്യൂരിറ്റിയിലുള്ള എന്തെങ്കിലും റീസണിലുള്ള ഒരു പ്രശ്നമായിരിക്കും അവിടെ ന്യൂസും കാര്യങ്ങളും വരാത്തത്. അല്ലെങ്കിൽ ഈ ഒരു ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഹോം പേജ് മൊത്തം ന്യൂസും കാര്യങ്ങളും ആയിരിക്കും കിടക്കുന്നത്. ന്യൂസ് മാത്രം നമുക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ ഐക്കണിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്ത് നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ലോഞ്ചറിലോട്ട് പോകാം. ലോഞ്ചറാണിത്. അപ്പോൾ ഈ വൈഡ് ലോഞ്ചർ ഇവിടെ ഇൻസ്റ്റാളേഷൻ നടക്കുവാണ്. ഇപ്പോൾ വൈഡ് ലോഞ്ചർ ഇവിടെ ലോഗിൻ ആയ ശേഷം ഈ പെർസെൻറ്റേജ് കാണിക്കുന്നത് ഈ ലോഞ്ചർ നമ്മുടെ ഫോണുമായിട്ട് ഫുൾ ആപ്സിനെയും സെറ്റ് ആകണം. ഓട്ടോമാറ്റിക്കലായിട്ട് സെറ്റ് ആയ ശേഷമേ ഈ ലോഞ്ചർ ഫുള്ളായിട്ട് നമ്മുടെ ഫോണിൽ സപ്പോർട്ട് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലോഞ്ചറിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാടധികം നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് ഓരോ ഡിസൈൻസും. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം പാതി ഐക്കൺസ് ഒക്കെ, നിങ്ങളുടെ പാതി ആപ്സ് ഒക്കെ ഇവിടെ ആയിരിക്കും. ചില ആപ്സ് ഈ സൈഡിലായിരിക്കും, ചില ആപ്സ് സ്വൈപ്പ് ചെയ്യുമ്പോൾ വേറൊരു സൈഡിലായിരിക്കും കിടക്കുന്നത്. നിങ്ങളുടെ വാൾപേപ്പറിനനുസരിച്ചായിരിക്കും ഓരോ ആപ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വാൾപേപ്പേഴ്സ് അല്ല, ലോഞ്ചറിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന പല വാൾപേപ്പേഴ്സ് ഉണ്ട്. ആ ഒരു വാൾപേപ്പേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ലോഞ്ചറിൻ്റെ ഡിസൈൻസ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ലോഞ്ചറിൻ്റെ ഡിസൈൻ കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനിലാണ് ഈ ലോഞ്ചർ മാറിയിരിക്കുന്നത്. കണ്ടോ ഐക്കൺസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു ഡിസൈനിലൊക്കെ ഒരു ഫോണിൻ്റെ ലോഞ്ചർ നമുക്ക് മേടിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ഡിസൈനിൽ കിട്ടിയാൽ എന്ത് നല്ലതായിരിക്കും. ആ രീതിയിൽ ഇവിടെ ഡിസൈൻസ് മാറ്റിയിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് മറ്റുള്ള ആപ്സ് എളുപ്പത്തിൽ എടുക്കണമെങ്കിൽ ഈ വൈഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്സും കാര്യങ്ങളും അല്ലെ ലോഞ്ചറിന്റെ ഡിസൈൻ വേസ് ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ മേലോട്ട് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ള ആപ്ലിക്കേഷനിലോട്ട് പോകാൻ പറ്റും. ഇവിടെ കണ്ട ഒരു 3D പോലെയാണ് ഐക്കൺസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ലോഞ്ചറാണ്. അപ്പം ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ലോഞ്ചറിലൊക്കെ ഏത് ലോഞ്ചറാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ലോഞ്ചറിൻ്റെയൊക്കെ ഏത് ലോഞ്ചറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ലോഞ്ചറിൻ്റെ പേര് നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ലോഞ്ചറിലോട്ട്. ഇപ്പോൾ സോ ഗൈസ്, അടുത്ത ലോഞ്ചറാണ് Z1 ലോഞ്ചർ എന്നാണ് ഈ ഒരു ലോഞ്ചറിൻ്റെ പേര്. ഇപ്പോൾ ഈ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോണിൽ വലിയ കാര്യങ്ങളൊന്നും മാറ്റങ്ങളൊന്നും വരത്തില്ല. നിങ്ങളുടെ ഫോണിൻ്റെ സിസ്റ്റം ലോഞ്ചറിൽ തന്നെയാണ് ഈ ഒരു ലോഞ്ചറും പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങളിപ്പോൾ സാംസങ് ഫോണുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, സാംസങ്ങിൻ്റെ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളി എടുക്കാൻ പറ്റുന്ന ഐക്കൺസ് ഒക്കെ നിങ്ങൾ എഡ്ജിലായിരിക്കും കൊണ്ടുവന്ന് സേവ് ചെയ്തിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് എടുക്കേണ്ട കോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എഡ്ജിൽ കൊണ്ടുവന്ന് ഫീൽഡ് ചെയ്ത് വെക്കും. അതുപോലെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ എഡ്ജിൽ കൊണ്ടുവന്ന് ഫീൽഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ലോഞ്ചറാണ് ഈ ഒരു ലോഞ്ചർ. അപ്പോൾ ഈ ഒരു ലോഞ്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റം ലോഞ്ചറിൽ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലോഞ്ചറാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ ചേഞ്ചും കാര്യങ്ങളും നിങ്ങൾക്ക് ലോഞ്ചർ അപ്ലൈ ആയി കഴിഞ്ഞാൽ തോന്നില്ല. ഇനി ഇപ്പം നമുക്ക് ലോഞ്ചേഴ്സ് ഒന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, നോർമൽ നിങ്ങളുടെ റെഡ്മി ഫോണിൻ്റെ അതേ രീതിയിലാണ് ഈ ലോഞ്ചറിൻ്റെ സെറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ലോഞ്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള രീതിയിൽ തോന്നുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ സൈഡിൽ നിന്നൊന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്കൊരു ഇത് വരുന്നതാണ്, ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഐക്കൺസ് അല്ലെ ഏതൊരു ആപ്ലിക്കേഷൻ ഫീൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ റൗണ്ട് കറക്റ്റ് ആപ്ലിക്കേഷന് മണ്ടക്കോട്ട് കൊണ്ടുവച്ചാൽ മതി. ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. അതാണ് ഈ ഒരു ലോഞ്ചർ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു ലോഞ്ചറാണ്. അതേസമയം നിങ്ങൾ ഇപ്പം കോൾ ചെയ്യാൻ പോവുക അല്ലെ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഐക്കണിലോട്ട് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. താൻ ഈ സാംസങ്ങിൻ്റെ എഡ്ജ് രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോഞ്ചർ, നിങ്ങളുടെ സിസ്റ്റം ലോഞ്ചറിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ലോഞ്ചറാണ്. അപ്പോൾ ഈ ലോഞ്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് ഒന്നും കുറയില്ല. കാര്യം ബാറ്ററി പെർഫോമൻസ് അത്ര വേഗത്തിലൊന്നും പോകില്ല. നിങ്ങളുടെ ഫോണിൽ നോർമലി കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ ബാറ്ററി പെർഫോമൻസ് നിലനിൽക്കും. അല്ല ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുകയോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം നമുക്ക് അടുത്ത ലോഞ്ചറിലോട്ട് പോകാം. ലാസ്റ്റ് വൺ ലോഞ്ചറാണ് കൂൾ ആർ ലോഞ്ചർ എന്നാണ് ഈ ഒരു ലോഞ്ചറിൻ്റെ പേര്. അപ്പം നിങ്ങൾക്ക് കൂൾ ആർ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മൾ പറയുമെങ്കിൽ ആൻഡ്രോയിഡ് 11 ബേസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലോഞ്ചറാണിത്. പിന്നെ ആൻഡ്രോയിഡ് 11 ഒക്കെ വരാൻ 10 കഴിഞ്ഞു, ഇനി 11 ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതേ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്ത് ഏകദേശം അതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലോഞ്ചറാണ്. തനി എന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ആൻഡ്രോയിഡ് 11 ബേസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലോഞ്ചറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലോഞ്ചർ മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐക്കൺസും കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ലോഞ്ചറിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു ഫോണിൻ്റെ ഇപ്പം എന്താ പറയുക, ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ലോഞ്ചറാണ്. ഇമോജി എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ ഈ ലോഞ്ചറിൽ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. കുറച്ച് ആപ്സും കാര്യങ്ങളും ഇവിടെ പെട്ടെന്ന് നമുക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് ലോഞ്ചറിൽ. അപ്പോൾ നമുക്ക് ഈ ലോഞ്ചറിനകത്തേക്ക് ചില ആപ്സും കാര്യങ്ങളും പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇമോജീസും കാര്യങ്ങളും നമ്മൾ അഡീഷണൽ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ലോഞ്ചർ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ ഈ ലോഞ്ചറിനെ പറ്റി നിങ്ങൾക്ക് വലുതായിട്ട് ഈ ലോഞ്ചറിനകത്തൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഒന്നുമില്ല. ഈ ലോഞ്ചർ സിമ്പിൾ ലോഞ്ചറാണ്. അപ്പോൾ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ലോഞ്ചറാണിത്. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ രീതിയിലുള്ള കസ്റ്റമൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ലോഞ്ചർ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ലോഞ്ചറാണ്. കാര്യം ഇത് കാണുമ്പോൾ സിമ്പിൾ ലോഞ്ചറാണ്, പക്ഷേ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സോ ഗൈസ്, ഈ ലോഞ്ചറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഞ്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എനിവേ ഗൈസ്, ഇത് വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലോഞ്ചറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.